السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മുടെ ജീവിതം പൂർണ്ണമായും അള്ളാഹുവിന്റെ തൃപ്തിയിലാക്കി തരട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അബ്ദുള്ള തോട്ടക്കാട് അവിടെ തന്നെ ഇരിക്കണമെന്ന് പറയാണ്. ഇനി അബ്ദുള്ള തോട്ടക്കാടിനേക്കൊന്നുമില്ല, വേറെ ആരെങ്കിലും. എനിക്ക് അധികം ചോദ്യങ്ങളില്ല. ആകെ രണ്ട് നോക്കട്ടെ, 2-3 ചോദ്യങ്ങളേ ഉള്ളൂ. പിന്നെ വേഗം കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് കഴിഞ്ഞാല് നല്ല CD പ്ലേ ചെയ്യുകയോ അതല്ലെങ്കിൽ മറ്റാരും മൈക്കെടുത്ത് സംസാരിക്കുകയോ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ്. പിന്നെ ഇന്ന് വളരെ നല്ല പ്രധാനപ്പെട്ട പല ലൈവുകളും വരാനിരിക്കുകയാണല്ലേ. ഓമാനൂരല്ല, എവിടുന്നാണ്, മറ്റേ ഒളവട്ടൂരിന്ന്, പിന്നെ അതൊരു പയ്യോളി എന്നുള്ള ലൈവ് ഉണ്ടെന്ന്. പയ്യോളി ഇന്ന് ലൈവ് ഉണ്ടാ. ഏതായാലും ശരി, വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ലൈവൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പായി നമുക്ക് അത് പരസ്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലൊക്കെ പരസ്യം ചെയ്യണം. ആ സമയത്ത് നമ്മുടെ ആ സന്ദേശം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം മുഖേന കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. പിന്നെ ചോദ്യം 1, ഉസ്താദെ, മെൻസസ് ഉള്ള ഭാര്യയുടെ കൂടെ കിടക്കാമോ? ആയിക്കോട്ടെ, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. മെൻസസ് ഉള്ള ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കാം, കിടക്കാം, കൂടെ ഇരിക്കാം, എല്ലാം ചെയ്യാം. ഏതൊഴികെ സംയോഗം ചെയ്യാൻ പാടില്ല. അതാ മുട്ടുപുക്കലിന്റെ ഇടയുള്ള സ്ഥലം, മുട്ടിന്റെയും പുക്കലിന്റെയും ഇടയുള്ള സ്ഥലത്ത് സുഖം അനുഭവിക്കാൻ പാടില്ല എന്നുണ്ട് അല്ലേ? അതാണ് നമ്മുടെ മദ്ഹബില് പ്രബലമായ അഭിപ്രായമായിട്ട് പറയാറ്. യഹ്റൂം ബിഹി മാ യഹ്റൂം ബിൽ ജനാബത്തി വമുബാശറത്തും ബൈന സുഹ്റത്തിഹാ വറുക്ബത്തിഹാ എന്നാണ് ഫത്വൽ മുനുള്ളത്. ജനാബത്ത് കൊണ്ട് ഹറാമായ, വലിയ അശുദ്ധി കൊണ്ട് ഹറാമായ കാര്യങ്ങൾ എന്തുണ്ടോ അതൊക്കെ അല്ല, അത് ഇതാണല്ലേ. ആ മെൻസസ് തന്നെ. അതെ, ഹൈദുകാരിക്കും ഹറാമാണ്. ജനാബത്തുള്ള ആൾക്ക് എന്തൊക്കെ ഹറാമാണ്? നിസ്കരിക്കല് ഹറാമല്ലേ ജനാബത്തുള്ളവർക്ക്? അപ്പൊ ഹൈദുള്ളവർക്കും നിസ്കരിക്കല് ഹറാം തന്നെയാണ്. പിന്നെ ജനാബത്തുള്ളവർക്ക് പള്ളിയിൽ താമസിക്കല് ഹറാമല്ലേ? ഹൈദുള്ളവർക്കും പള്ളിയിൽ താമസിക്കല് ഹറാമാണ്. ജനാബത്തുള്ളവർക്ക് അതിനൊക്കെ പുറമെ അങ്ങനെ ജനാബത്ത് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഹൈദുകാരിക്കും ഹറാമാണ്. അതിന് പുറമെ ഹൈദുകാരിക്ക് എന്തും ഹറാമാണ്. അവളുടെ മുട്ടുപുക്കലിന്റെ ഇടയിലുള്ള സ്ഥലത്ത് സുഖം അനുഭവിക്കുക, അതും ഹറാമാണ്. അപ്പൊ അങ്ങനെ വിശദീകരിക്കാൻ പറ്റൂലല്ലേ? വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും എന്ന് കരുതുന്നു. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഈ വിശദീകരിക്കലേ, അതുകൊണ്ടാണ്. അപ്പൊ മുട്ടുപുക്കളുടെ ഇടയുള്ള സ്ഥലത്ത് ഏതെങ്കിലും രീതിയിൽ സുഖം അനുഭവിക്കുക, മറ കൂടാതെ സുഖം അനുഭവിക്കുക, അത് ഹറാമാണ്. പക്ഷേ വഖീല പറയപ്പെട്ടിരിക്കുന്നു, ലാ യഹ്റുമു ഗൈറുൽ വത്ഇ, സംയോഗേ ഹറാമുള്ളൂ, അല്ലാതെ വേറുള്ളൊന്നും ഹറാമൊന്നുമില്ല. മുട്ടുപുക്കളുടെ ഇടയുള്ള സ്ഥലമാണെങ്കിലും ശരി, മുട്ടുപുക്കളുടെ ഇടയുള്ള സ്ഥലത്തും എന്തേ ഹറാമുള്ളൂ? സംയോഗേ ഹറാമുള്ളൂ, വേറുള്ളൊന്നും ഹറാമല്ല എന്ന് പറയപ്പെട്ടിരിക്കുന്നു. പറയപ്പെട്ടു എന്ന് മാത്രമല്ല, വഖ്താറഹു നബവിയ്യു ഫി തഹഖീഖി, നബി ഇമാം അദ്ദേഹത്തിന്റെ തഹഖീഖ് എന്ന കിതാബിലൊക്കെ മുഖ്താറാക്കിയിട്ടുള്ളത് ആ അഭിപ്രായത്തെയാണ്. ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ തന്നെ മുഖ്താറാക്കിയിട്ടുണ്ട് ആ അഭിപ്രായത്തെ. ഏതഭിപ്രായത്തെ? ഹൈദുകാരിക്ക് എന്ത് മാത്രമേ ഹറാമുള്ളൂ? സംയോഗം മാത്രമേ ഹറാമുള്ളൂ. ഇനി അവളുടെ മറ്റു കാര്യങ്ങളൊന്നും ഹറാമല്ല. അവളുടെ കൂടെ കെടുക്കാം, അവളെ ചുംബിക്കാം എന്നൊക്കെ പറഞ്ഞത് മസല മനസ്സിലാക്കാൻ വേണ്ടി പറയാൻട്ടാ. ഇതിപ്പോ ഈ പെൺകുട്ടികൾ ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ കേൾക്കുമ്പോ ഒരു വിഷമം ഉണ്ടാവില്ലേ? കാര്യം മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ, അതുകൊണ്ട് പറയണല്ലോ. അവളുടെ കൂടെ ഭക്ഷണം കഴിക്കാം, അവളുടെ കൂടെ കിടന്നുറങ്ങാം, എല്ലാം ചെയ്യാം. പിന്നെ മുട്ടുപുക്കലിന്റെ ഇടയുള്ള സ്ഥലത്ത് തന്നെ സംയോഗമല്ലാത്ത രീതിയിലുള്ള സുഖം അനുഭവിക്കാം. അതാണ് ഇമാം നബവി തങ്ങളൊക്കെ മുഖ്താറാക്കിയത്. ഈ ഖബരി സംയോഗം മാത്രമേ ഹറാമുള്ളൂ, വേറൊന്നും ഹറാമില്ല എന്നുള്ള പറയാനുള്ള കാരണം എന്താണ്? ലി ഖബരി മുസ്ലിമിൻ ഇസ്നഉ കുല്ല ശൈഇൻ ഇല്ല നിക്കാഹ്, എന്തും ചെയ്തോളിങ്ങള്, ഏതൊഴികെ നിക്കാഹ് ഒഴികെ. നിക്കാഹ് ജിമാഅ്, സംയോഗം.
സംയോഗം അല്ലാത്ത എന്തും നിങ്ങൾ ചെയ്തോളൂ എന്ന ഹദീസ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഏതാണ് ശരി, അതുകൊണ്ട് വിരോധമില്ല എന്നർത്ഥം. മറ്റൊന്ന്, ഉസ്താദ്, ഒരു പെൺകുട്ടിയുടെ പിതാവിന് ഭ്രാന്ത് ആണെങ്കിൽ അവളെ ആരാണ് കെട്ടിക്കേണ്ടത്? അവളെ കെട്ടിക്കേണ്ടത് പറഞ്ഞാൽ അവളെ നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണെന്നുള്ളതായിരിക്കും ചോദ്യം, അല്ലേ? അത് തന്നെ ആയിരിക്കും. ലൈവ് ചുമതല നിങ്ങൾ പയ്യോളി അൻസർ മാഷ ലൈവ് ഇടാൻ വകുപ്പുണ്ടോ എന്ന് പറയാം. ലൈവിന്റെ അത് എനിക്കതിനെ പറ്റി അറിയില്ല. ലൈവിന്റെ ചുമതലയിൽ നമ്മളില്ല. ഞാൻ അമീർ ഇരിങ്ങല്ലൂരൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഞങ്ങളൊക്കെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറത്താക്കിക്കണം. ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാൻ പറ്റൂല എന്ന് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ ആ വിഷയത്തിൽ നിന്ന് പുറത്താക്കിക്കണെന്ന്. അപ്പോ അതിന്റെ ചുമതല വേറെ കൂട്ടർക്കാണ്. മുജീബുർ റഹ്മാനൊക്കെ പോലത്തെ ചുമതല ഉണ്ട് തോന്നുന്നുണ്ട്. എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല. അപ്പൊ അവരോട് നിങ്ങൾ ബന്ധപ്പെടുക. അൽവാഫി ഒക്കെ ഉണ്ട്, അല്ലേ? പിന്നെ അതിന് ഇതുണ്ട്, ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ട് അതില്. പിന്നെ അപ്പൊ ഇനി അത് വേറെ അൽവാഫിനോട് ബന്ധപ്പെട്ടു നോക്കൊണ്ടു, അൽവാഫിയോടെ ബന്ധപ്പെട്ടു നോക്കൊണ്ടു. അപ്പൊ അദ്ദേഹം ആ സമയത്ത് വേറെ ലൈവ് ഉണ്ടോ എന്നൊക്കെ അദ്ദേഹത്തിന് അറിയുള്ളൂ. ഏതായാലും ശരിക്കും അതിനെ കുറിച്ച് അറിയില്ല. ഞാനും തന്നെ ലൈവ് ഇതിൽ ഇങ്ങനെ പരസ്യം കാണുമല്ലോ. പിന്നെ അപ്പൊ അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ തന്നെ എനിക്കും ലൈവിനെ കുറിച്ചൊക്കെയുള്ള വിവരം കിട്ടുള്ളൂ. അപ്പൊ എന്താ പറഞ്ഞത്, പെൺകുട്ടിയുടെ വാപ്പാക്ക് ഭ്രാന്താണ്, പെൺകുട്ടിയെ ആരാണ് കെട്ടിക്കേണ്ടത് എന്നല്ലേ? ആരാണ് കെട്ടിക്കേണ്ടത്, നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ് ആണ് ഇപ്പൊ അതിന്റെ വലിയ ആരാണ് എന്ന്, അല്ലേ? അത് വാപ്പാക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന ആൾ ആരാണ്, ആരാവണം? പെൺകുട്ടിയെ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന ആൾ ആരാവണം? ഇന്നാള് എന്നൊക്കെ ഉണ്ടല്ലോ, അല്ലേ? വാപ്പ അല്ലെങ്കിൽ ഇന്നാള് വാപ്പ, പിന്നെ വാപ്പാന്റെ വാപ്പ, അല്ലെങ്കിൽ അവരുടെ ഇങ്ങനൊക്കെ ഉണ്ട്. പിന്നെ സഹോദരനെങ്കിൽ പിന്നെ വാപ്പാന്റെ അഞ്ചന്മാര് ജ്യേഷ്ഠന്മാരൊക്കെ, അവരില്ലെങ്കിൽ അവരുടെ മക്കള്. ഇങ്ങനൊക്കെ ഒരു പെൺകുട്ടിയെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ അതിന്റെ ആ വിലായത്ത് ആർക്കാളുള്ള കാര്യം നമ്മൾ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ ആ വിഷയം വളരെ വളരെ സവിസ്തരം അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടെ ഈ വലിയ ആരായാലും ശരി, വലിയ ആരാണെങ്കിലും അവർക്ക് എന്ത് ഷർത്താണ്? അദാലത്ത് ഷർത്താണെന്നാണ്, അല്ലെ? വലിയ ആരായിരിക്കണം? ആദിലായിരിക്കണം. ഫാസിഖാവാൻ പാടില്ല. നിസ്കരിക്കാത്ത ആൾക്കൊന്നേ, പടച്ചോനെ എത്ര ഗൗരവമുള്ള കാര്യല്ലേ, എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഒരു പെൺകുട്ടിയെ മറ്റൊരാൾക്കാണ് പിടിച്ചു കൊടുക്കുകയാണല്ലോ, അല്ലേ? എന്താണ് ഇപ്പൊ ആ സംഭവം വെച്ചിട്ടാ, അല്ലേ? എന്താണ് ഇപ്പൊ സംഭവം? നമ്മളൊക്കെ ചിന്തിക്കാറില്ല. ഞാനടക്കൊക്കെ ചിന്തിക്കാറില്ല, പടച്ചോനെ ഏതാ ഇപ്പൊ നമ്മുടെ ഈ സഹധർമ്മിണിയായിട്ട് വന്നത് ആരാപ്പതിലെ? ഏതാപ്പത്? ഏതോ ഒരു വാപ്പാന്റെ ഉമ്മാന്റെ ഒരു പെൺകുട്ടിയായി നമ്മുടെ പിന്നെ എന്താ പറയേണ്ടത്, നമ്മുടെ സഹധർമ്മിണിയാണ്. എന്നാ അവളുടെ അത്ര നമ്മുടെ മേലെ ഒരു അധികാരം വേറെ ആർക്കാണ് ഇല്ലെന്നു, അല്ലേ? ഉമ്മാക്കളിനേക്കാൾ അപ്പുറം, അല്ലേ? കാരണം ഉമ്മയും ഒരു മകനും കൂടി ചില അടുക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇതും ഇല്ലല്ലോ, അതിനേക്കാളും അപ്പുറം. ഈ പെണ്ണ് ഏതോ ഒരു പെണ്ണാണേ. അവൾ നമ്മുടെ ജീവിത പങ്കാളിയാവുകയാണ്. അവൾ നമ്മുടെ കുട്ടികളുടെ മാതാവാവുകയാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു പ്രകൃതി പടച്ചോൻ നൽകിക്കുകയാണ്, അല്ലെ? എന്താണ് ആ പെണ്ണിന്റെ ഹാലിച്ചിട്ടങ്ങള്? അവൾക്ക് അല്ലാഹു തആല നൽകിയ ഒരു പ്രകൃതിയായി. ആദ്യം കല്യാണം കഴിച്ച സമയത്തൊക്കെ ആണെങ്കിൽ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരവസ്ഥ, അല്ലെ? കല്യാണം കഴിഞ്ഞ ഉടനാകുമ്പോഴേ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരവസ്ഥക്കാരം. ഇങ്ങോട്ടൊന്നും പറയില്ല. മാന്യമായ പെൺകുട്ടികളാണുള്ള ആളെ സ്ഥിതിയാ പറഞ്ഞത്. മാന്യമായ രീതിയിലുള്ള പിന്നെ കുടുംബത്തിലൊക്കെ ജനിച്ചവരാണ് ഇപ്പൊ ഇതൊന്നും ഉണ്ടാവൂല, അല്ലെ? ഒരു മാന്യമായ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണെങ്കിൽ ആ കല്യാണം കഴിച്ച ഉടനൊക്കെ അവൾക്ക് വല്ലാത്തൊരു നാണമാണ്. നമ്മൾ പറഞ്ഞത് അനുസരിക്കുകയാണ്. മറുത്തൊന്നും ഇങ്ങോട്ടൊന്നും പറയില്ല. നേരെ മറിച്ച് അവൾക്ക് ഗർഭം ഉണ്ടായാല്, അല്ലേ? ഗർഭം ഉണ്ടായ സ്നേഹം കൂടും. ഗർഭം ഉണ്ടായ കുറച്ചുകൂടി സ്നേഹം കൂടുകയെ ഭർത്താവിനോട്. പക്ഷെ എന്റെ ഗർഭപാത്രത്തിൽ കിടക്കണ കുട്ടറ വാപ്പയുള്ളപ്പത് എന്നാ ചിന്തയാണ്. അപ്പൊ സ്നേഹം കൂടി. പ്രസവിക്കുമ്പോ അങ്ങണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കെ സാധാരണ, അല്ലേ? പക്ഷെ അന്നത്ര ശരിയാന്ന അഭിപ്രായം എനിക്ക് തോന്നില്ല. പ്രസവിച്ചു കഴിഞ്ഞാല് ആ കുട്ടിയുടെ ആ മാതാവ് അവൾക്ക് ഇനി അള്ളാന്റെ ദുന്യാവിൽ അവൾക്ക് ഇതിനേക്കാളും താല്പര്യമുള്ള വേറെ ആരും ഇല്ല, അല്ലേ? അവൾ പ്രസവിച്ച അവളുടെ കുട്ടിയേക്കാളും അവൾക്ക് സ്നേഹമുള്ള വേറെ ആരും ഇല്ല. അപ്പൊ നിങ്ങൾ ആ പെറ്റ ഉടനെ
പെണ്ണ് പെറ്റിട്ടേ അവൾക്ക് കുട്ടീനെ കിട്ടി എന്നിട്ട് കുട്ടി ഇങ്ങനെ കുട്ടിക്ക് മുരൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഭാര്യന്റെ അടുത്തും പോയി ഇരുന്നോ കൊണ്ടുപോയി. ആ ഭർത്താവിനോട് അവൾക്കുണ്ടാവുന്ന സ്നേഹത്തിന് വല്ല പരിധിയുണ്ടോ അല്ലേ? കാരണം പഠിച്ചോൻ എന്റെ കുട്ടി ഉണ്ടാവാനുള്ള കാരണക്കാരനായ മനുഷ്യനാണ് ഈ വന്നിരിക്കണത് എന്നാണ്. അതാണ് അവിടെ ചിന്തയെ. എനിക്ക് ഈ കുട്ടിനെ തന്ന ഈ മനുഷ്യനാണ് ഈ ഇരിക്കണതേ. അപ്പൊ അതാണ് വല്ലാത്തൊരു ബന്ധം ആയിരിക്കും അപ്പല്ലേ. പക്ഷെ അതേ സമയത്ത് അവരുടെ സ്വഭാവത്തിന് ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്ന പ്രസവിച്ച് ആദ്യം നമ്മൾ എന്ത് പറഞ്ഞാലും കേട്ടിരുന്ന ആ പെണ്ണുണ്ടല്ലോ, ആദ്യം എന്ത് പറഞ്ഞാലും കേട്ടിരുന്നു, മറുത്തൊന്നും ഇങ്ങോട്ട് പറയാതിരുന്ന ആ പെൺകുട്ടിയായി പിന്നെ ഓടിപ്പോ കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ തുടങ്ങിക്കോട്. അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായി അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അവിടെ, അത് ഇങ്ങനെ ആക്കണം എന്ന് നമ്മളെ കുറച്ചൊക്കെ ശാസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവള്. അത് അള്ളാഹു തആല അവൾക്ക് നൽകിയ ഒരു പ്രത്യേകമായ സ്വഭാവമാണ്. അവർക്ക് ഒരു എന്താണത്, അഞ്ഞിങ്ങനെ നായ പോരാ, നമ്മളിപ്പോ ഒരു കുടുംബമായിട്ടുണ്ട്, നമ്മളൊരു കുടുംബമായിട്ട് നിങ്ങൾ നായ പോരാ, നമ്മളിപ്പോ ഒരു കുട്ടിയുടെ വാപ്പൊക്കെ ആയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ അങ്ങനെ നായ പോരാ എന്ന ഒരു അധികാര സ്വരം അവൾക്ക് ഉണ്ടാകണത്, ആ ഒരു അധികാരം. പിന്നെ ഒരു സ്വാതന്ത്ര്യബോധം ഉണ്ട്. നിങ്ങൾ വല്ലാതെ കളിക്കൊന്നും വേണ്ട അല്ലേ, പണ്ടത്തെ മാത്രം തന്നെ പിന്നെ അവൾക്ക് പേടില്ല, നിങ്ങൾ വല്ലാതെ കളിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ കുട്ടിയുണ്ട്, ഇനി എല്ലാ കളിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ കുട്ടിയുണ്ട് എന്നുള്ള ചിന്ത. അപ്പൊ അത് അള്ളാഹു തആല അവൾക്ക് നൽകിയ ഓരോരോ എന്താണ് ഇപ്പൊ പടച്ചവന്റെ കുദറത്തും അള്ളാഹു തആല നൽകിയ ഓരോ വിഷയത്തിൽ അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന ഓരോ ഹിക്മത്തും ഒക്കെ എന്താണല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞതല്ല, അങ്ങനെയുള്ള ഒരു അന്യ സ്ത്രീയെ നമുക്ക് സ്വന്തമാക്കി തരികയാണ്. അതാണെങ്കിലോ ഹലാലായ രീതിയിലുള്ള ജിമാഇന്റെ അത്ര രസം ഈ ദുനിയാവിൽ വേറെ എന്തിനാളുള്ളതില്ലേ. ആ രസം ഹലാലാണ്, അത് ഹറാമുണ്ട് ഹലാലുണ്ട്. അത് ഹലാലാക്കാനുള്ള ഒരു മാർഗമാണ് ഇത്, അവളങ്ങോട്ട് കെട്ടിച്ചേരുക എന്ന് പറഞ്ഞാല്. അതാണ് അതിനെ അങ്ങോട്ട് ഹലാലാക്കുകയാണ്. അപ്പൊ ആ ഹലാലാക്കി തരുന്ന അതുണ്ടല്ലോ, അതിനൊക്കെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനയിൽപ്പെട്ടതാണ് അവളെ നീതിമാനായ ഒരാളായിരിക്കണം. ഇവളെ നിന്റെ ഭാര്യയാക്കി ഞാൻ പിന്നെ നിനക്ക് കെട്ടിച്ചു തരുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും കള്ളുകുടിയാനോ അല്ലെങ്കിൽ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളോ അല്ലെങ്കിൽ കളവ് പറയുന്ന ആളോ ഒന്നും ആവരുത്. ആദിലാവണം, നീതിമാനാവണം. വലിയന്റെ ഷർത്തിൽപ്പെട്ട ഒന്നാണ്. വലിയ ആദിലാവണം, ഫാസിഖാവാൻ പാടില്ല. മറ്റൊന്ന് പിന്നെന്താണ്, വലിയ സ്വതന്ത്രനാവണം അല്ലെ, വലിയ സ്വതന്ത്രനാവണം. വലിയ അടിമയാവാൻ പറ്റൂല, സ്വതന്ത്രനാവണം. അടിമക്ക് നിക്കാന്റെ അധികാരമില്ലല്ലോ അല്ലേ. അതിന് കുട്ടികളുടെ സീതാണ് കെട്ടിച്ചു കൊടുക്കുക. പിന്നെന്താണ്, പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആളായിരിക്കുകയും വേണം. വലിയനെ പ്രായപൂർത്തണം, ബുദ്ധി വേണം, ഒക്കെ വേണം. അതെ, അൽ ബുലൂഗു വൽ അഖ്ലു വൽ അദാലത്തു, അതാണ്. ലാഹിറാകുമ്പോ ബാത്തിന് നമുക്കറിയില്ലല്ലോ. ഇനി ആള് ഫാസിഖാണോ അല്ലാനുള്ള കാര്യം അള്ളാഹു തആലക്ക് അറിയാം. പുറത്തേക്ക് നമ്മുടെ അറിവില് ആള് ആദിലാവണം. അപ്പോ അതാണിപ്പോ വളരെ വല്ലാത്തൊരു വേജാറുള്ള ഏർപ്പാട് തന്നെയാണല്ലേ. പക്ഷെ ചില ഇമാന്യങ്ങൾ അപ്പോ നിസ്കരിക്കാത്ത ആളുകൾ, നോമ്പ് നോൽക്കാത്ത ആളുകൾ ഒക്കെ ഉണ്ടല്ലോ, അള്ളാഹു തആല നിർബന്ധമാക്കിയ കാര്യം എതിറൊന്നും കൂടാതെ ഉപേക്ഷിക്കുന്ന ആളുകൾ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ തൗബ ചെയ്യാതെ തുടർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ, അപ്പൊ അവരൊക്കെ ഫാസിഖീങ്ങളാണ്. അപ്പൊ ഫാസിഖീങ്ങളായ ആളുകൾക്ക് അവരെ സ്വന്തം മക്കളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാതെ അധികാരമില്ല എന്ന് പറഞ്ഞാല്, അധികാരമില്ലാതെ നിക്കാഹ് ചെയ്ത് കൊടുത്താലും നിക്കാഹ് സഹിയല്ല. നിക്കാഹ് സഹിയല്ലെങ്കിലോ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ വിചാര കുട്ടികളോ ആയിരിക്കും. എല്ലാത്തൊരു വിഷമല്ലേ, എല്ലാത്തൊരു വിഷമമാണ്. എത്ര നിസ്കരിക്കാത്ത ആളുകൾ അവരുടെ മക്കളെ കെട്ടിക്കുന്നുണ്ട്, എത്ര നോമ്പ് നോൽക്കാത്ത ആളുകൾ, എത്ര ഹറാമായ കാര്യങ്ങൾ പലിശ ഇടപാടുകളൊക്കെ നടത്തുന്ന ആളുകൾ, അങ്ങനെ ഫാസിഖീങ്ങളായ എത്ര കൊല്ലക്കോ മക്കളെ കൊല്ലനല്ലേ കെട്ടിക്കണത്. അപ്പൊ നിക്കാഹ് സഹിയാണോ? നിക്കാഹ് സഹിയല്ല. നിക്കാഹ് സഹിയല്ലെങ്കിലോ അതിലുണ്ടാണ് കുട്ടികളൊക്കെ എന്താ വിചാര കുട്ടികളാണ്. പക്ഷേ ചില ഇമാനിയങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞിരിക്കുന്നു അല്ലേ, ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആദിലായ വലിയ നീതിമാനല്ല, ഫാസിഖാണ് നിൽക്കുക. എന്നാൽ അയാളുടെ പിന്നെ അവളെ കെട്ടിച്ചു കൊടുക്കേണ്ടത് പിന്നെ വലിയ ഹാക്കിമാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത്. ഹാക്കിമും ഫാസിഖാണെങ്കിലോ എന്നാലും വേണ്ടില്ല, ഹാക്കിമിന് കെട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അവിടെ കുറെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളില് ഫാസിഖ് അല്ല ഈ ഖാളി അതുപോലെ തന്നെ ഹാക്കിമൊക്കെ ഫാസിഖാണെങ്കിൽ
ഉള്ള സ്വന്തം പിതാവ് ഫാസിഖാണെങ്കിൽ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാം എന്നൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ആയിരിക്കാം ഇപ്പോ നമ്മുടെ നാടുകളിലൊക്കെ അതിങ്ങനെ ഇങ്ങനെ വരണയില്ലേ വല്ലാത്തൊരു അപ്പൊ അതാണ് ഫാസിഖായ ആളെ ഇയാള് കെട്ടിച്ചു കൊടുക്കാതെ വേറെ ആള് കാദിയാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഭരണാധികാരിയാണ്, ഭരണാധികാരി ഇല്ലാത്തതിലാണെങ്കിൽ പിന്നെ കാദിയാണ്. പക്ഷെ അതേ സമയത്ത് കാദിയും ഒക്കെ ഈ രീതിയിലൊക്കെ തന്നെ ഫാസിഖ്യങ്ങളൊക്കെ മറ്റൊക്കെ ആണെങ്കിൽ അപ്പൊ സ്വന്തം പിതാവ് ഫാസിഖാണെങ്കിലും അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാം എന്നൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സ്വീകരിച്ചുകൊണ്ടായിരിക്കാം ഇന്ന് നടക്കുന്ന നിക്കാഹുകളൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണത്. ഏതായാലും ശരി, ഇവിടെ ഫതുൽമീനിൽ വയൻഖുലു അല്ലേ, അങ്ങനത്തെ ളിദ്ദു കുല്ലിൻ മിനൽ ഫിസ്ഖി വൽ യഖി വസ്സിബാ വൽ ജുനൂനി വിലായതൻ ലിഅബ്അദ, അങ്ങനത്തെ ഇബാറത്ത്. വലിയ നീതിമാനാവണം, വലിയ സ്വതന്ത്രനാവണം, വലിയ പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള ആളാവണം. എന്നാൽ ഇതിന്റെയൊക്കെ നേരെ എതിരായി നിൽക്കുക വലിയ. എന്നാൽ പിന്നെ വിലായത്ത് ആരിലേക്ക് പോകും? അബഅദായ ആളിലേക്ക് പോകും. അപ്പൊ അതിന്ന് മനസ്സിലായത് വാപ്പാക്ക് ഭ്രാന്താൻ നിൽക്കുക. വാപ്പാക്ക് ബുദ്ധിയില്ല, അപ്പൊ വാപ്പ ഭ്രാന്തനാണ്. അപ്പൊ വിലായത്ത് ആർക്ക് പോകും? വാപ്പയെക്കാളും വാപ്പ എന്ന് പറഞ്ഞാൽ ഏറ്റവും കരീബായ വലിയാണ് അല്ലെ, ഏറ്റവും കരീബായ വലിയാണ്. ഇപ്പോ ഏറ്റവും അടുത്ത വലിയാണ് വാപ്പ. പക്ഷെ ആ കരീബായ വലിയനെന്തിന് ഇവിടെ ഭ്രാന്തുണ്ട്, അയാൾക്ക് ബുദ്ധിയില്ല. അപ്പോൾ വിലായത്ത് ആരിലേക്ക് പോകും? വിലായത്ത് അബഅദായ വലിയിലേക്ക് പോകും. അതാ ഇനി എളാപ്പാരുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഇങ്ങനെ വേറെ ആരാണ്, വേറെ വലിയൊക്കെ ഉണ്ടെങ്കിൽ ഖാദി അല്ല അവിടെ നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ആരാണ് നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത്? ഇനി തഹക്കീമാക്കൽ മറ്റൊന്നല്ല, അവിടെ നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത് വിദൂരമായ സ്ഥലത്തുണ്ട് എന്നല്ല പറഞ്ഞത്, മർത്തബയിൽ ദൂരത്തായ വലിയുണ്ടല്ലോ, അയാള് നിക്കാഹ് ചെയ്ത് കൊടുക്കണം. അതായത് വാപ്പുണ്ട്, വാപ്പാക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ വാപ്പ ഫാസിഖാണ്, അല്ലെങ്കിൽ വാപ്പ അങ്ങനത്തെ തടസ്സങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വാപ്പയേക്കാളും സ്ഥലത്തിൽ ദൂരമായതല്ല പറഞ്ഞിട്ടാ, ദറജയിൽ ദൂരമായ വലിയുണ്ടല്ലോ, അയാൾ കെട്ടിച്ചു കൊടുക്കണം. അപ്പൊ വാപ്പാന്റെ അഞ്ചനോ വാപ്പാന്റെ വാപ്പേ അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരാളുള്ളത് വെച്ചാൽ അവർക്കാണ് വിലായത്ത് പോവുക എന്നർത്ഥം. വിലായത്തിൽ അബഅദ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഛർദിച്ചാൽ വുളു മുറിയുമോ? ഇല്ല, ഛർദിച്ചാൽ വുളു മുറിയില്ല. വുളു മുറിയാണെങ്കിൽ മുന്തുവാരത്തിൽ കൂടിയോ പിന്തുവാരത്തിൽ കൂടിയോ ഇന്ദ്രിയമല്ലാത്ത എന്തെങ്കിലും പുറപ്പെടണം. മുന്തുവാരത്തിൽ കൂടിയോ പിന്തുവാരത്തിൽ കൂടിയോ ഇന്ദ്രിയം അല്ലാത്ത മറ്റു വല്ല സാധനങ്ങളും പുറപ്പെട്ടാലാണ്. അപ്പൊ പുറപ്പെടുന്ന സാധനവും ഇന്ദ്രിയം അല്ലാത്തതായിരിക്കണം. പുറപ്പെടുന്ന മുന്തുവാരത്തിൽ കൂടിയോ പിന്തുവാരത്തിൽ കൂടിയോ ആവണം. അല്ലാതെ ചൂട്ടിൽ കൂടിയോ മൂക്കി കൂടിയോ അല്ല തൊള്ളയിൽ കൂടിയോ എന്തെങ്കിലുമൊക്കെ പുറപ്പെട്ട് നിൽക്കുക, എന്നാലൊന്നും വുളു മുറിയുകയില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. കുടുംബം നന്നാവാനും ഇബാദത്തിൽ ഇഖ്ലാസ് ഉണ്ടാവാനും ദുആ ചെയ്യാൻ അപേക്ഷിക്കുന്നു. പടച്ചോനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബം നന്നാക്കി തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുടുംബമൊക്കെ നന്നാക്കി തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിലൊക്കെ ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഉന്നതമായ ആ അവസ്ഥ നമുക്ക് അല്ലാഹു തആല ഉണ്ടാക്കി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ളുഹാ നിസ്കാരം സുബ്ഹി കഴിഞ്ഞ എത്ര മണിക്കൂർ കഴിഞ്ഞ് നിസ്കരിക്കാം? ളുഹാ നിസ്കാരം ഇവിടെ സാധാരണ യുഎഇയിലൊക്കെ ഇവിടെ കലണ്ടറിലൊക്കെ കാണുന്നത് സുബ്ഹി ബാങ്ക് കൊടുത്ത് 1 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞിട്ടാണ് ഉദയം. സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ സുബ്ഹി ആയിട്ട് 1 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞ ശേഷമാണ് ഇവിടെ വെയിൽ ഉദിക്കുന്നതായിട്ട് ഇവിടുത്തെ കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയുള്ളത്. അങ്ങനെയാണ്. അങ്ങനെ വെയിലുദിക്കൽ കഴിഞ്ഞ് സൂര്യൻ ഉദിക്കൽ കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ളുഹാ നിസ്കരിക്കാം. 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ളുഹാ നിസ്കരിക്കാം. അവിടെ മണിക്കൂറിന് മറ്റൊന്നല്ല കണക്ക്. സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു 7 മുഴം ഉയർന്നതിന് ശേഷം നമ്മുടെ ദൃഷ്ടിയിലേക്ക് സൂര്യൻ അങ്ങനെ ഉദിച്ചിട്ട് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ച് പിന്നെ അവിടെ ലേശം പൊന്തി 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹാ നിസ്കരിക്കാം.
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഭാര്യയുമായി ബന്ധപ്പെട്ട് സ്ഖലനം നടന്നിട്ടില്ല, കുളി നിർബന്ധമാകുമോ? കുളി നിർബന്ധമാവാൻ സ്ഖലിച്ചോളണമെന്നില്ല. ശ്രദ്ധിക്കണം കേട്ടോ, കുളി നിർബന്ധമാണെങ്കിൽ സ്ഖലിച്ചോളണമെന്നില്ല. ലിംഗം യോനിയിൽ പ്രവേശിച്ചാൽ തന്നെ കുളി നിർബന്ധമാകും. ഈ കുട്ടികൾ അത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലേ, കുട്ടികളൊക്കെ അത് മാറ്റി നിർത്തിക്കൊള്ളുന്നുണ്ട്. കുട്ടികളൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഫിഖ്ഹി ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ സമയത്ത്, കാരണം ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറഞ്ഞല്ലോ. അപ്പൊ ഹഷ്ഫ് ഉണ്ടല്ലോ, അതായത് ലിംഗം എന്ത് ചെയ്തു? മുന്തുവാരത്തിലോ പിന്തുവാരത്തിലോ ലിംഗം പ്രവേശിപ്പിച്ചു, എന്നാൽ കുളി നിർബന്ധമാണ്. എന്നാൽ കുളി നിർബന്ധമാണ്. ഇനി അവിടെ പിന്നെ ഇന്ദ്രിയം പുറപ്പെട്ടിട്ടില്ല നിൽക്കുക, എന്നാലും കുളി നിർബന്ധം തന്നെയാണ്. അപ്പൊ കുളി നിർബന്ധമാൻ പല കാരണമുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണമാണ് ലിംഗം യോനിയിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളത്. എന്നുവെച്ചാല് അവന്റെ ലിംഗം മുഴുവൻ, എന്തായാലും പറയാം, ലിംഗം മുഴുവൻ പ്രവേശിപ്പിച്ചോളം എന്നുമില്ല. ആ ലിംഗത്തിന്റെ ആ ഹഷ്ഫ് ഉണ്ടല്ലോ, ആ വട്ടക്കന്നി ഉള്ള അത് പ്രവേശിച്ചാലും മതി. ആ ചേരാക്രമം ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, അത് മുഴുവൻ പ്രവേശിപ്പിച്ചാലും പിന്നെ കുളി നിർബന്ധമായി. ലിംഗം മുഴുവൻ പ്രവേശിപ്പിച്ചോണം എന്നില്ല എന്ന്. അപ്പൊ അത് തന്നെ കുളി നിർബന്ധമായുള്ള ഒരു കാരണമാണ്. ഇന്ദ്രിയം പുറപ്പെടൽ വേറൊരു കാരണമാണ്. അപ്പൊ ഞാൻ ലിംഗം പ്രവേശിപ്പിക്കാതെ തന്നെ ഒരാൾ ഇന്ദ്രിയം പുറപ്പെട്ടു നിൽക്കുക, എന്നാലും കുളി നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇനി ലിംഗം പ്രവേശിപ്പിച്ചു, പക്ഷെ അതേ സമയത്ത് പിന്നെ ഇന്ദ്രിയം പുറപ്പെട്ടില്ല, എന്നാലും കുളി നിർബന്ധമാണ്. അത് മുന്തുവാരത്തിൽ പ്രവേശിപ്പിച്ചാലും വിന്ദുവാരത്തിൽ പ്രവേശിപ്പിച്ചാലൊക്കെ കുളി നിർബന്ധമാണ്. സ്വന്തം ഭാര്യയുടെ മുന്തുവാരത്തിൽ പ്രവേശിപ്പിക്കൽ ഹറാമല്ല, അതേസമയത്ത് ബിന്ദുവാരത്തിൽ പ്രവേശിപ്പിക്കൽ ഹറാമാണ്. ഹറാമുള്ള വേറെ വിഷയം, അതിന് പറഞ്ഞുകൊണ്ടിരുന്ന കുറ്റം വേറെ. പക്ഷെ പ്രവേശിച്ചു, ആ ഹറാമൊക്കെ സഹിച്ചിട്ടുണ്ട് ഒരാൾ പ്രവേശിപ്പിച്ചു നിൽക്കുക, എന്നാ കുളി നിർബന്ധമാണ് എന്നർത്ഥം. പ്രവേശിപ്പിക്കാൻ പാടില്ല, ഹറാമാണ്. പിന്നെ ഒരു കാരണവുമില്ലാതെ 2-3 കുട്ടികൾ ആയാൽ പ്രസവം നിർത്തൽ അനുവദനീയമാണോ? ഇല്ല, പ്രസവം നിർത്താൻ പാടില്ല. പ്രസവം പാടെ നിർത്തൽ ഹറാമാണ്. ഒരു സ്ത്രീക്ക് പ്രസവിക്കാനുള്ള ആ പിന്നെ കഴിവുണ്ടല്ലോ, അത് പാടെ ഇല്ലാതെയാക്കുക, അത് ഹറാമാണ്. എന്താ വളരെ ഈ പുരുഷന്റെ തോന്നിയാസത്തിനൊക്കെ ഉള്ളതാണ് ഒരു പെണ്ണ് പറഞ്ഞാല്. അവൾക്ക് ഒരു സ്ത്രീക്ക് അള്ളാഹു നൽകുന്ന ഒരു കഴിവാണ് അവൾക്ക് പ്രസവിക്കാൻ സാധിക്കുക എന്നല്ലേ. പ്രസവിക്കാൻ സാധിക്കുക എന്നുള്ളത് അവൾക്കുള്ള ഒരു കഴിവാണത്. ആ കഴിവ് ഇല്ലാതെയാക്കുക അത് ഹറാമാണ്. അത് ഹറാമാണ്. താൽക്കാലികമായി പ്രസവിക്കണ്ട എന്ന് വേണമെങ്കിൽ അവനക്ക് തീരുമാനിക്കുകയോ ചെയ്യാം. അവന്റെ ഭാര്യ താൽക്കാലികമായി പ്രസവിക്കണ്ട എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. എന്നുവെച്ചാൽ അവൾ പ്രസവിക്കാതിരിക്കാനുള്ള മാർഗം അപ്പോൾ അവൾ പ്രസവിക്കാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ദ്രിയം പോവാൻ സമയത്ത് ആ ഇന്ദ്രിയം പിന്നെ അവളുടെ അത് അകത്തേക്കല്ലാതെ പുറത്തേക്ക് കളയുക ഒക്കെ ഉണ്ടല്ലോ. അതല്ലെങ്കിൽ അതിന് ഇന്ദ്രിയം അവരുടെ ഗർഭപാത്രത്തിലേക്ക് പോവാതിരിക്കാനുള്ള മറ്റ് ഉറകളോ മറ്റൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ താൽക്കാലികമായ ഗർഭം ധരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുക, അതൊക്കെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വിരോധം ഇല്ല. ഹദീസിൽ തന്നെ ഉണ്ട് അങ്ങനെ അല്ലെ, കുന്നാ നഅ്സുലു വൽ ഖുർആനു യൻസിലു അല്ലെ, അങ്ങനെ തന്നെ. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ അസ്ൽ ചെയ്യുമായിരുന്നു. ഏത് ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കെ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരുന്ന കാലത്തെ അള്ളാഹുവിന്റെ റസൂലിന് വഹയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു? അസ്ൽ ചെയ്യുമായിരുന്നു. എന്തിനങ്ങനെ പറഞ്ഞത്? അസ്ൽ ചെയ്യാറിനാല് പിന്നെ സംയോഗം ചെയ്തിട്ട് ഇന്ദ്രിയം പോകാൻ നേരത്ത് ആ ഇന്ദ്രിയം അവളുടെ പിന്നെ യോനിയിലേക്ക് വിടാതെ പുറത്തേക്ക് വിടുക. അങ്ങോട്ട് പറയാനൊക്കെ ഒരു വിഷമുണ്ട്, പക്ഷെ പറയില്ല പറ്റൂല്ലോ. അതിനാണ് ഇപ്പൊ അസ്ൽ ചെയ്യാന്ന് പറഞ്ഞാല്. അത് ഞങ്ങൾ ചെയ്തിരുന്നു അതേസമയത്ത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ. അപ്പൊ പറ്റാത്ത കാര്യമാണെങ്കിൽ ഖുർആന് പിന്നെ വഹി മുഖേന അത് നിരോധിക്കുമായിരുന്നുവല്ലോ എന്ന് അത് അറിയിക്കാൻ വേണ്ടിയപ്പോ അങ്ങനെ പറഞ്ഞതേ. ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെന്ന്. അത് പറ്റാത്ത വിഷയമായിരുന്നെങ്കിൽ അള്ളാഹുതആല എന്ത് ചെയ്യുമായിരുന്നു? അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഹി ഇറക്കുമായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് പറ്റുമെന്ന്
അതാണ്. അപ്പൊ താൽക്കാലികമായി ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. എന്നാൽ അവൾക്ക് പ്രസവിക്കാൻ തന്നെ ഉള്ള കഴിവ് പാടെ ഇല്ലാതെയാക്കുക അത് ഹറാമാകുന്നു എന്ന്. അവളെ പറയാൻ പറ്റാത്ത അവസ്ഥയിലാക്കി തീർക്കുക, അവളെ പ്രസവം പാടെ നിർത്തുക, അത് ഹറാമാണ്. അപ്പോ പിന്നെ ഞങ്ങൾക്ക് പ്രസവം പാടെ നിർത്താം. എങ്ങനെ? പ്രസവിക്കുന്നത് മൂലം അവൾക്ക് അവളുടെ ജീവൻ അപകടത്തിലാവുന്നു. എന്നാ പ്രസവം നിർത്താൻ പറ്റുമോ? ഒരു പെണ്ണെ പെറ്റാൽ ഡോക്ടർമാർ പറഞ്ഞത് ഇനി അവൾക്ക് പ്രസവിക്കാൻ പറ്റൂല, അവള് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പിന്നെ ആരോഗ്യം അപകടത്തിലാവുന്നു. എന്നാൽ പ്രസവം നിർത്താൻ പറ്റുമോ? എന്നാലും പ്രസവം നിർത്താൻ പാടില്ല, ഹറാമാണ് പ്രസവം നിർത്തൽ. എന്താ കാരണം? അവൾക്ക് പ്രസവിക്കാൻ ഡോക്ടർ എന്താ പറഞ്ഞത്? പ്രസവിച്ചാൽ അവളുടെ ജീവൻ അപകടത്തിലാന്നല്ലേ, പ്രസവിക്കണ്ട. അതിന് പ്രസവിക്കണ്ട. പ്രസവിക്കാതിരിക്കാനുള്ള മാർഗം എന്താ? പ്രസവിക്കാതിരിക്കാനുള്ള മാർഗം ജിമാ ചെയ്യാതിരിക്കുക ഒരു മാർഗമാണില്ലേ. ജിമാ ചെയ്യണ്ട, അത് പ്രസവിക്കാതിരിക്കാനുള്ള ഒരു മാർഗമാണ്. അല്ലെങ്കിലോ ഇനി ജിമാ ചെയ്യാൻ പൂതിന്ന് നിൽക്കുക, എന്നാലോ ഇന്ദ്രിയം അകത്തേക്ക് കളയണ്ട, അത് പുറത്തേക്ക് കളയാൻ. അങ്ങനെ പല മാർഗമില്ലേ. അപ്പൊ പ്രസവിച്ചാൽ അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രസവം നിർത്താൻ പറ്റൂല. അപ്പൊ പ്രസവിക്കാതിരിക്കാനുള്ള മാർഗം നോക്കുക എന്നല്ലാതെ പ്രസവം നിർത്താൻ പറ്റൂല. നേരെ മറിച്ച് ഒരു സ്ത്രീന്റെ ഗർഭപാത്രം അവളുടെ ശരീരത്തിൽ ഉണ്ടായാൽ അതുകൊണ്ട് അവൾക്ക് മാരകമായ പല വിഷയങ്ങളുണ്ടാകും. അതിൽ ഗർഭപാത്രത്തിന് ഉദാഹരണം പറയാൻ, ഗർഭപാത്രത്തിന് ക്യാൻസറാണ്, അള്ളാഹുവിനെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അത് ആ ഗർഭപാത്രം എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ശരീരത്തിലേക്കൊക്കെ അത് ആകെ വ്യാപിക്കും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? അത് ചെയ്യാവുന്നതാണ്. അപ്പൊ പ്രസവിച്ചാല് അവൾക്ക് പിന്നെ അവളുടെ ഗർഭപാത്രം തന്നെ പ്രസവിക്കാനുള്ള അവളുടെ കഴിവ് തന്നെയാണ് ഇല്ലാതെയാക്കിയിട്ടില്ലെങ്കിൽ അവളുടെ ശരീരത്തിന് മാരകമായ പിന്നെ അപകടങ്ങൾ സംഭവിക്കും എന്ന് നീതിമാന്മാരായ ഡോക്ടർമാർ പറയുകയാണെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അതല്ലാതെ പ്രസവിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയുകയാണെങ്കിൽ പ്രസവിക്കാതിരിക്കുക എന്നല്ലാതെ പ്രസവം നിർത്തരുത് എന്ന്. പിന്നെ നിർത്തൽ അനുവദനീയമാണോ? സഹിക്കാൻ പറ്റാത്ത വേദന എന്നാണ് കാരണം പറയുന്നത്. സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് പറയുന്നത് പ്രസവിച്ചാൽ സഹിക്കാൻ വയ്യാത്ത കാരണം. പ്രസവിക്കാണ്ടാന്ന് വെക്കണം. അപ്പോൾ പ്രസവിക്കുമ്പോഴേ സഹിക്കാൻ വയ്യാത്ത വേദന പ്രസവിക്കുമ്പോണ്ടെങ്കിൽ പ്രസവിക്കണ്ട, പ്രസവം നിർത്താൻ പാടില്ല. അപ്പോഴും അപ്പൊ പ്രസവിക്കണ്ട അവള്, അത്രേ വെക്കാൻ പറ്റുള്ളൂ. പ്രസവിക്കണ്ടെന്ന് വെച്ചാൽ അവള് സംയോഗം ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ സംയോഗം ചെയ്യുകയാണെങ്കിൽ തന്നെ അവളുടെ ആ ബീജം അവളുടെ ഗർഭപാത്രത്തിലേക്ക് പോവാതിരിക്കാൻ മാർഗങ്ങൾ സ്വീകരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. സ്വാഭാവിക പ്രസവത്തിനുള്ള മാർഗം ഉണ്ടായിരിക്കാൻ തന്നെ സിസേറിയൻ പോലെയുള്ള മാർഗം സ്വീകരിക്കുക, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അതുകൊണ്ട് ശറഈൽ വിരോധമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അത് ഒരു പെണ്ണിന് പ്രസവവേദന പിന്നെ കുറക്കാൻ വേണ്ടി അവളുടെ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കുട്ടിനെ പുറത്ത് കിടക്കുകയാണ്, അതുകൊണ്ട് വിരോധമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ആരോഗ്യപരമായി അത് തെറ്റാന്നാ പറഞ്ഞത്. ആരോഗ്യപരമായിട്ട് ഒരു സ്ത്രീകളുടെ പ്രസവം നിർത്തിയാലേ നിങ്ങൾ നോക്കൊണ്ടു, പ്രസവം നിർത്തിയൊരു പെണ്ണും പ്രസവം നിർത്താത്തൊരു പെണ്ണും കൂടി നോക്കൊണ്ടു. ഒരു 50 വയസ്സുകാരിയായ ഒരു പെണ്ണ്, അവള് 8-10 പ്രസവിച്ചിക്കണ്, 8-10 പ്രസവിച്ചിക്കണ്. അങ്ങനെ അവളുടെ പ്രസവം സ്വാഭാവികമായിട്ടും പ്രസവം നിന്നു പോയതാണ്. അങ്ങനെയുള്ള ഒരു പെണ്ണിന്റെ ആരോഗ്യവും 1-2 പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് അവള് പ്രസവം പിന്നെ നിർത്തിയതാണ്. ആ പെണ്ണിന് തമ്മിലുള്ള വ്യത്യാസം നോക്കൊണ്ടു. ആ പ്രസവം നിർത്തിയ പെണ്ണിന്റെ വയറൊക്കെ കാണാൻ ചാടിയിട്ടില്ലേ? ശ്രദ്ധിച്ചില്ലേ നിങ്ങളാരോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഞാനീ പറഞ്ഞത്. 2-3 പ്രസവം കഴിഞ്ഞിട്ട് പ്രസവം നിർത്തിയ പെണ്ണുകളാണ് ആകെ തടിച്ചിട്ട് അലാക്കിലെ വയറും പിന്നെ ആയിട്ടൊക്കെ നടക്കുന്നതാണ്. മുഖക്കാടെ വീർത്ത് അല്ലേ, ആകെ ഇങ്ങനെ നടക്കുന്നതാണ്. അതേ സമയത്ത് 8-10 പ്രസവിച്ച പെണ്ണുങ്ങള് നല്ല ചൊങ്കത്തിയോളായിട്ടൊക്കെ നടക്കണം കാണാം. ആ പാകത്തിന് മാത്രം തടിയൊക്കെ ആയിട്ട് നല്ല ചൊങ്കത്തിയോളായിട്ടൊക്കെ നടക്കുന്നതാണ്, പൂർണ്ണ ആരോഗ്യത്തോടു കൂടി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഒരു പ്രകൃതിയാണത്. ഒരു പ്രകൃതി ആണ് അള്ളാഹു തആല. ഒരു പെണ്ണാകുമ്പോൾ അവളുടെ ഇടക്കിങ്ങനെ പ്രസവിക്കണം. അത് അവളുടെ ആരോഗ്യം നിലനിൽക്കാൻ ആവശ്യമാണ്. അപ്പൊ ഏതായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാർക്കും
സഹോദരന്മാർക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആരോഗ്യവും ആ ആരോഗ്യത്തിനനുസരിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്താനുള്ള തൗഫീഖും അള്ളാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും, നമ്മുടെ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഭാര്യ സന്താനങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യുകയും അതിന്റെ ശുക്റായി അള്ളാഹുവിന് ധാരാളം ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുകയും അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് പൂർണ്ണമായും ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ്